വാർത്തകളിലേക്ക്. പ്രത്യാശയുടെ പ്രവാചകരാകാൻ വിളിക്കപ്പെട്ടവരാണ് പാലിയേറ്റീവ് ശുശ്രൂഷകരെന്ന് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ. മുരിക്കാശ്ശേരി അൽഫോൻസ പാലിയേറ്റീവ് സെന്ററിൽ നടന്ന ഇടുക്കി രൂപതാ ഗുഡ് സമരിറ്റൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വോളണ്ടിയേഴ്സ് മീറ്റായ ഗാർഡിയൻസ് ഏഞ്ചൽസ് മീറ്റിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു മെത്രാൻ. രോഗി ശുശ്രൂഷ ഈശോയുടെ ആഹ്വാനമനുസരിച്ചുള്ള ഏറ്റവും മഹനീയമായ പ്രവൃത്തിയാണെന്നും മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. വ്യക്തിയുടെ ജീവിതത്തിന്റെ സായാഹ്നകാലത്ത് പ്രായങ്ങൾ മാത്രമല്ല ആരോഗ്യപ്പെട്ടും ആണ് നമ്മളവിടെ എത്തുന്നത്. അത് നമുക്ക് നന്നായിട്ട് വിവരിക്കാം. ഇത് ക്രൈസ്തവ സാന്ത്വന ശുശ്രൂഷയുടെ മേഖലയിൽ ഇടുക്കിയിലൂടെ നടത്തുന്ന മാതൃകാപരമായ ഒരു ശുശ്രൂഷയാണ്. രൂപതാ ഡയറക്ടർ റവറൻഡ് ഡോക്ടർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷനായിരുന്നു. രൂപതയിലെ 65 ഇടവകകളിൽ പാലിയേറ്റീവ് പ്രവർത്തനം സജീവമായി നടക്കുന്നുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട 200-ലധികം വോളണ്ടിയർ സമ്മേളനത്തിൽ പങ്കെടുത്തു. വിവിധ ഇടവകകളിൽ കുടുംബാംഗങ്ങൾക്ക് മാതൃകാപരമായ രോഗി ശുശ്രൂഷ ചെയ്യുന്ന പ്രീതി ബാബു വേഴപ്പറമ്പിൽ, ഹിത റജി പണൂർ, ബെന്നി ആലിസ് മഞ്ഞക്കാലായിൽ, ജ്യോതി സന്തോഷ് ഇടപ്പറമ്പിൽ, സരിത സന്തോഷ് ചമ്മരപ്പള്ളിൽ, ലിൻഡ ജിയോ കണ്ണമ്പുഴ, ഡോളി ഡൊമിനിക് ഓലിയപ്പുറം, തോമസ് ജോസ് ഇലവുങ്കൽ എന്നിവരെ ബിഷപ്പ് ചടങ്ങിൽ ആദരിച്ചു. പാലിയേറ്റീവ് വോളണ്ടിയേഴ്സിന് ഫാദർ സെബാസ്റ്റ്യൻ മനക്കിലേട്ട് ക്ലാസ് നയിച്ചു. ഗുഡ് സമരീറ്റിയൻ പാലിയേറ്റീവ് രൂപതാ സെക്രട്ടറി സിസ്റ്റർ റോസിൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോൺസൺ ചെറുകുന്നേൽ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഫാദർ ആനന്ദ് പള്ളിവാതുക്കൽ, ഡോക്ടർ സിസ്റ്റർ സുഗുണ, ജോസ് പൂതക്കുഴി, റോബർട്ട് കണ്ണഞ്ചിറ, സാബു ചൂരത്തൊട്ടി, മുരിക്കാശ്ശേരി പള്ളി വികാരി ഫാദർ ജിജി വടക്കൽ എന്നിവർ പ്രസംഗിച്ചു. രൂപതയുടെ കീഴിലുള്ള വിവിധ ഇടവകകളിൽ നിന്നും നിരവധി പേരും പരിപാടിയിൽ പങ്കെടുത്തു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.